മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. dharmanews.in ധാരാളം വാർത്തകൾ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ നാടിൻ്റെ അച്ചീവ്മെന്റുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നല്ല അപ്രീസിയേഷൻ അതിന് കിട്ടാറുമുണ്ട്. ഒന്നോ രണ്ടോ വരികളിൽ ധർമ്മ ന്യൂസിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിക്കാം. ഇതിൽ ഒന്നാമത്തെ വാർത്ത, ഇതിലെല്ലാത്തരം വാർത്തകളും ഉണ്ടാവും. നമ്മുടെ ഗവൺമെന്റ് ഭാരതത്തെ മുഴുവനും ഒരൊറ്റ കുടക്കീഴിൽ എക്കണോമിക്കൽ, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ ആസ്പെക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭാരതത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് റവല്യൂഷൻ GST മിക്കവാറും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാകും. ജയലളിത ഇൻഡയറക്ട്ലി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പാസ്സാകുന്ന സമയത്ത് ഞങ്ങൾ പാർലമെന്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ഞങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്യില്ല, മാറി നിൽക്കും. കോൺഗ്രസ് മാത്രമായിരിക്കും എതിരായിട്ട് വോട്ട് ചെയ്യാൻ മുമ്പോട്ട് വരുന്നത്. ഒരു പാർട്ടി അവർ തന്നെ കൊണ്ടുവന്ന GST അത് അവർ തന്നെ എതിർക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് അവർ തന്നെ വഴി തെളിയിക്കുകയാണ് എന്ന രീതിയിൽ അവര് ശോഷിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ചൈനയും ചില രാഷ്ട്രങ്ങളും പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന് NSGയിലേക്ക്, ന്യൂക്ലിയർ സെയിൽസ് ആ ഗ്രൂപ്പിലേക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ പാകിസ്ഥാനും കൊടുക്കണമെന്ന്. അതിന് ഭാരതം പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏത് രാജ്യങ്ങൾക്കായാലും മെമ്പർഷിപ്പ് കൊടുക്കുന്നതിലും എതിർപ്പില്ല, ഭാരതത്തിന് ലഭിക്കണം, ലോകോത്തര രാഷ്ട്രങ്ങളിൽ ഒന്നായി ഭാരതം മാറണം എന്നുള്ളതിന് പണ്ട് ജവഹർലാൽ നെഹ്റുവിന് NSGയിൽ മെമ്പർഷിപ്പ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് നെഹ്റു വേണ്ടെന്ന് പറഞ്ഞതാണ്. ഏതായാലും ഇന്ന് അതിന് വിപരീതമായ ഒരു പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്ക് NSGയിൽ മെമ്പർഷിപ്പ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നു. ചൈന ഇവിടത്തെ ചില കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചവിട്ടുന്നുണ്ടെങ്കിലും ചൈന ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്തെന്ന് വരും, എങ്കിൽ അത് കിട്ടിയെന്ന് വരും. ഏറ്റവും സന്തോഷകരമായ വസ്തുത, ഇന്നലെ മിനിഞ്ഞാന്ന് അമേരിക്കൻ പ്രസിഡന്റ് NSGയിലെ എല്ലാ അംഗങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന്റെ മെമ്പർഷിപ്പിന് അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുക്കണമെന്ന്. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാരതത്തിന് സപ്പോർട്ട് തരുന്നുണ്ട്. ആ ഇറ്റാലിയൻ നാവികനെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചയക്കാൻ കോടതി സമ്മതിച്ചതുകൊണ്ട് ഇറ്റലി പോലും എതിർക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. അടുത്തത് 22 MLA-മാരെ ആം ആദ്മി പാർട്ടി അവര് MLA-മാരെ വിട്ടുപോകാതിരിക്കാൻ അവർക്ക് MLA സ്ഥാനവും വേറെ ശമ്പളം കിട്ടുന്ന വേറൊരു സ്ഥാനവും കൂടി അവർ വഹിച്ചു എന്ന കാരണത്താൽ അങ്ങനെ ശമ്പളം കിട്ടുന്ന 2 ജോലികൾ വഹിക്കാൻ അവർക്ക് പെർമിഷൻ കൊടുക്കണമെന്ന പേരിൽ അവർ പാസാക്കിയ ബില്ല് പ്രസിഡന്റ് അത് റിജക്റ്റ് ചെയ്തു. ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അത് തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകാൻ കാരണമാവുകയും അഴിമതിയിൽ ഫ്രോഡായിട്ടുള്ള ഡിഗ്രി വെച്ചിരിക്കുന്നതിലൊക്കെ എത്രയോ അലിഗേഷൻ വരുമ്പോഴും അതിനെല്ലാം ഒരു തരത്തിൽ പത്രമാധ്യമങ്ങളുടെ സഹായത്താൽ അതിജീവിക്കാൻ കെജ്രിവാളിന് സാധിക്കുന്നത് നിരന്തരം മോഡിയെ വിമർശിക്കുകയും വിഷയങ്ങൾ വേറെ വേറെ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും അതിനകത്ത് ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും ഭാരതത്തിലെ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു നിയമം ഒരു സംസ്ഥാന നിയമസഭയിൽ പാസാക്കി പ്രസിഡന്റ് റിജക്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ വരുന്ന ആക്രോശങ്ങളും രസകരമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. അടുത്തത് എയർ ഏഷ്യ, മലേഷ്യക്കാരനായ എയർ ഏഷ്യയിലെ പ്രസിഡന്റ് ഉടമസ്ഥൻ ടോണി ഫെർണാണ്ടസിന് ഭാരതത്തിൻ്റെതായിട്ടുള്ള പൗരത്വം കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിനെ വിവരിക്കുകയുണ്ടായി. പലരും പലതും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. 10-60 വർഷം അതൊന്നും ചെയ്യാതെ ഇപ്പോൾ വ്യക്തിപ്രഭാവം കൊണ്ടും കഴിവുകൊണ്ടും ഭാവി ഭാരതത്തെ വികസിപ്പിക്കാനുള്ള ചിന്താശക്തി കൊണ്ടും ഒത്തിരി അധികം കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ മോഡി ഗവൺമെന്റ് ചെയ്യുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് ടോണി ഫെർണാണ്ടസ്, ഫൗണ്ടർ ഓഫ് എയർ ഏഷ്യ, ഭാരതത്തിലെ വിമാന സർവീസുകളെ
അതിവേഗം പുരോഗമിക്ക് മുകളിലേക്കും ഉയരത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അടുത്തത്, ഭാരതത്തില് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അസാധാരണമാം വിധത്തില് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. 48.2% FDI. അതിൽ ഒരു ഇഷ്യൂവിൽ പോലും $2.69 ബില്യൺ വന്നിരിക്കുന്നത്. അത് റിസർവ് ബാങ്കിന്റെ കണക്കാണ്. ഒരു സെറ്റിൽ തന്നെ 17,895 കോടി ഡയറക്ട്ലി ഇൻവെസ്റ്റ്മെന്റ് ഭാരതത്തിൽ വന്നിട്ടുണ്ട്. അമേരിക്ക ഭാരതത്തിന് എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് തരുന്നുണ്ടെങ്കിലും മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന NDAA 17 എന്ന മേജർ റിഫോം, നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട്, നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് 17, അത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് കൊടുക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടും സെനറ്റില് അത് വിജയിച്ചില്ല, പരാജയപ്പെടുകയാണ് ചെയ്തത്. അടുത്തത്, ഏറ്റവും നല്ല രസകരമായിട്ടുള്ള രണ്ട് വസ്തുതകൾ. ഭാരതം ജപ്പാനും സൗത്ത് കൊറിയയുമായി ചേർന്ന് ഈ LNGയിൽ, നാച്ചുറൽ ഗ്യാസിൽ വലിയൊരു അലയൻസ് ഉണ്ടാക്കുന്നു. ആ അലയൻസ് LNGയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ചെന്ന് അവസാനിക്കുന്നത് ഭാരതവും അമേരിക്കയും കൊറിയയും ജപ്പാനും ഈ പ്രദേശത്ത് ചൈന അടിച്ചു കയറി അവരുടെ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ ഒരു ഡിഫൻസിന്റെയും സെൽഫ് പ്രൊട്ടക്ഷന്റെയും ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ദിവസം മുമ്പ് അമേരിക്കയിലെ പ്രതിനിധി വന്ന് ജപ്പാനിൽ വന്ന് ഇന്ത്യയും ജപ്പാനും കൊറിയയും തായ്ലാന്റും ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് അമേരിക്കയുടെ കൂടി ഫുൾ സപ്പോർട്ടോടുകൂടി ഒരു വലിയ ഗ്രൂപ്പ് സൗത്ത് ചൈന സീയില് ചൈനക്കാര് അടിച്ചു കയറാതിരിക്കാനായിട്ടുള്ള വലിയൊരു ഡിഫൻസ് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഒരു 3ാം ലോക മഹായുദ്ധം വരെ ഉണ്ടാക്കാൻ ചൈന കാരണമാകുന്നതിനെ തടയാൻ ഈ ഒരു അലൈൻമെന്റ് വളരെ ഭംഗിയായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയും തായ്ലാന്റും അവരുടെ സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത്, ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും US-ഉം ഇപ്പോ ഏറ്റെടുത്തിരിക്കുന്ന ആ ബന്ധം ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സഹായിക്കുന്ന വിധത്തിൽ ഉജ്ജ്വലമായിരിക്കും. അടുത്തത്, ഇംഗ്ലണ്ടിൽ നിന്ന് ടാറ്റ വാങ്ങിച്ച ജഗ്വാർ എന്ന കാറിന്റെ പ്രൊഡക്ഷൻ, അത് ബ്രസീലില് ആ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ലോകത്തിലേക്ക് മുഴുവനും ജഗ്വാർ എന്ന കാറ് എത്തിക്കാൻ 2280 കോടി രൂപ ടാറ്റ കമ്പനി ബ്രസീലിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റ് രാജ്യങ്ങൾ ഭാരതത്തില് മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഭാരതം ലോകത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നു. ഭാരതീയര് ഭാരതത്തിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുക, വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രോഡക്റ്റ് മറ്റ് രാജ്യങ്ങളിൽ അതിലൂടെ കയറ്റി അയക്കാനും കപ്പാസിറ്റി ഉള്ളവരാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു ടാറ്റ കമ്പനിയുടെ ഈ പ്രവർത്തനം. ഇത് മാത്രമല്ല, അനവധി ചെറുതും വലുതുമായിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളിൽ ഓരോ വർഷവും ഏതാണ്ട് 800നും 1000നും ഇടയ്ക്ക് സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ഇതുവരെയായിട്ട് ഏതാണ്ട് 2800 പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകൾ പ്രോജക്റ്റിന്റെ ലെവല് അതിലെല്ലാത്തിലും ടാറ്റയും കുറേശ്ശെ ഇൻഫോസിസും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ആത്മവിശ്വാസം തരുന്നതാണ്. ടാറ്റയെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾക്കും മിഡിൽ ക്ലാസ് സ്റ്റാർട്ടപ്പുകൾക്കും എല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള കമ്പനി കൂടെ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ MBAയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ലഭിച്ചതുകൊണ്ട് ഇതുമാതിരിയുള്ളതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള ആഹ്ലാദമാണ് എനിക്ക് ലഭിക്കാറുള്ളത്. അടുത്തത്, ഗുജറാത്തില് ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് ഏതാണ്ട് 670 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് അമേരിക്കയിലും ചൈനയിലും യൂറോപ്പിലും ഉള്ളതുപോലെ ഇന്ത്യയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്ക്
670 കിലോമീറ്റർ കൂട്ടാനായിട്ട് അവർ തീരുമാനിച്ചു. ഇപ്പോ 4646 കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോ 83 സ്ഥലത്ത് അവയുടെ റിസർവ് സ്റ്റേഷനുകളും ഏതാണ്ട് 88 സ്ഥലത്ത് പമ്പിംഗ് സ്റ്റേഷനുകളും ചേർത്ത് 4646 പ്ലസ് 670 കിലോമീറ്റർ ദൂരത്തേക്ക് ഗ്യാസിന്റെ കുഴലുകൾ വീടുകളിലേക്ക് എത്തിക്കാൻ, ഗ്യാസ് വീടുകളിലേക്ക് ടാപ്പ് വാട്ടർ എത്തിക്കുന്നത് പോലെ എത്തിക്കാനായിട്ടുള്ള സംവിധാനം വിജയകരമായിട്ട് പൂർത്തീകരിച്ച് ഇനിയും വലിയ പ്രോജക്റ്റ് എടുക്കുന്നുണ്ട്. ഇത് കൊച്ചിയിലും വരാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാ നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്തത് സോളാർ പാനൽ മാനുഫാക്ചറർ വിക്രം സോളാർ എന്നൊരു കമ്പനി. ഇതുവരെയും അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് അടുത്ത 1.5 വർഷം കൊണ്ട് 2000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വിക്രം സോളാർ കമ്പനി ഗംഭീരമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഈ സോളാർ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്രയോ കമ്പനികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത്ഭുതകരമായ വസ്തുത നിങ്ങൾക്കറിയാം. ഇപ്രാവശ്യമാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെന്ററിൽ നിന്ന് പ്രൈവറ്റ് കമ്പനികൾക്ക് ഇലക്ട്രിസിറ്റി അഡീഷണൽ അവരുടെ കോട്ട കൂടാതെ വിൽക്കാനായിട്ടുള്ള ലെവലിലേക്ക് ഭാരതം ഉയർന്നത്. ഇപ്പൊ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ടാർജറ്റ് ഇട്ടതിനേക്കാളും കൂടുന്നു. 2016-2017 ഫിനാൻഷ്യൽ ഇയറിൽ ശരിക്കും ഇലക്ട്രിസിറ്റി ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്നു. അടുത്തത് IT എക്സ്പോർട്ടിന് വേണ്ടി ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് എക്സ്പോർട്ട് ഹൈദരാബാദിൽ നിന്ന് മാത്രം 75,000 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് നടന്നിരിക്കുന്നത്. 75,000 കോടി രൂപയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എക്സ്പോർട്ട് ചെയ്യാൻ ഹൈദരാബാദിൽ സാധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് മേജർ ഡാറ്റാ സെന്റർ, ലോകോത്തരമായ ഡാറ്റാ സെന്റർ ഹൈദരാബാദില് സ്ഥാപിക്കുന്നു. അത് ഏതാണ്ട് 4.07 ലക്ഷം ജനങ്ങൾക്ക് ജോലി ലഭിക്കാൻ പാകത്തിന് ലോകത്തിലെല്ലാവർക്കും ഈ ഡാറ്റാ സെന്റർ അത് വിപുലീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 4 ലക്ഷം പേർക്ക് ഒരു വലിയ സെന്ററിലൂടെ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും എംപ്ലോയ്മെന്റ് കിട്ടുക, അത് ലോകത്തിലെ വലിയൊരു ഡാറ്റാ സെന്റർ ആയിട്ട് തീരുക, അത് അമേരിക്കൻ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക, ഇതെല്ലാം മണിക്കൂറുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും തീരുമാനമെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക. ഇതാണ് യഥാർത്ഥത്തിലെ നേട്ടം എന്ന് പറയുന്നത്. അടുത്തത് വേസ്റ്റ് വാട്ടർ ഇറിഗേഷൻ ഉപയോഗിക്കാൻ ഇപ്പോൾ ദുബായിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ വേസ്റ്റ് വാട്ടർ ഇറിഗേഷന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നെഗറ്റീവുകൾ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്, എന്തെല്ലാം പോസിറ്റീവുകൾ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടത്തിയ പ്രോജക്റ്റ് വളരെ ഗംഭീര സക്സസ് ആയിരുന്നു എന്ന് മാത്രമല്ല, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റില് ഏതാണ്ട് 40% ഇംപ്രൂവ്മെന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിത്തുകളിൽ ഒരു മാറ്റവും ഉണ്ടാകാതെ പ്രോസസ് ചെയ്ത വേസ്റ്റ് വാട്ടർ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്നത് കർണാടകയിലും ആന്ധ്രാപ്രദേശത്തിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശത്തിലും പ്രാവർത്തികമാക്കിയത് വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാൻ ഏതാണ്ട് ഒരു ഏരിയയിൽ 3 മുതൽ 5 ലക്ഷം വരെ രൂപയുടെ ചെലവുണ്ടെങ്കിലും വലിയൊരു നേട്ടമായിട്ട് ഭാരതത്തിന് വേസ്റ്റ് വാട്ടർ യൂട്ടിലൈസേഷൻ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറിയിരിക്കാൻ. അടുത്തത് ഗുജറാത്തില് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സംഭവം നടന്നത് 6.4 കിലോമീറ്റർ ദൂരത്തിലേക്ക് കടലിന്റെ അടിയിൽ കൂടെ ഇലക്ട്രിസിറ്റി വയറ് കൊണ്ടുപോയിട്ട് മുക്കുവന്മാര് മാത്രം താമസിക്കുന്ന ഒരു ഷിയാൽ ബെറ്റ് എന്ന് പറയുന്ന വില്ലേജില് എല്ലാവർക്കും ഒരു 500 കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ഇന്നുവരെയും ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്കിലാണ് അവർ ജീവിക്കുന്നത്. അത് മെയിൻലാൻഡിൽ നിന്ന് 6-7 കിലോമീറ്റർ ദൂരെയാണ് ഈ ഐലൻഡ്. അവിടേക്ക് അണ്ടർ സീ കേബിൾ കൊണ്ടുപോയിട്ട് വിജയകരമായ രീതിയിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് മാസങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു.
അടുത്തത് യു പിയിലെ കൈറാമ എന്ന വെസ്റ്റ് യു പിയിലെ ഉത്തർപ്രദേശിലെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശില് കൈറാമ എന്ന വില്ലേജില് ഏതാണ്ട് 500 ഹിന്ദു ഫാമിലികൾ, അംഗങ്ങളല്ല, 500 ഫാമിലി അവിടെ നിന്ന് ഈ മുസ്ലിങ്ങളുടെ തീവ്രവാദവും ബാക്കിയെല്ലാം ഭയന്ന് മറ്റ് സ്ഥലത്തേക്ക് അവരവരുടെ വില്ലേജ് ഗ്രാമം ഉപേക്ഷിച്ചു പോവാം. പണ്ട് കാശ്മീരിൽ സംഭവിച്ചത് തന്നെയാണ് ഉത്തർപ്രദേശത്തിലെ ഒരു ഭാഗത്ത് സംഭവിക്കുന്നത്. ഹിന്ദുക്കൾക്കാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പത്രമാധ്യമങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല, രാഷ്ട്രീയക്കാരും പ്രതികരിക്കുന്നില്ല. ആരെങ്കിലും പ്രതികരിച്ചാൽ അത് വർഗീയതയാണെന്ന് പറഞ്ഞ് ടാർണിഷ് ചെയ്യുന്നൊരവസ്ഥ. ഭാരതത്തിനകത്ത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഉത്തർപ്രദേശില്, ഹിന്ദു ഭൂരിപക്ഷമുള്ള വെസ്റ്റ് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്തുള്ള കൈറാമ വില്ലേജില് ഹിന്ദുക്കൾക്ക് സ്വന്തം ഗ്രാമം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അടുത്തത്, ശരിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ ലോകത്തിലെ ഏത് പ്രധാനമന്ത്രിയുമായിട്ടും ഏത് പ്രസിഡന്റുമായിട്ടും അമേരിക്ക ഉൾപ്പെടെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും യൂറോപ്യൻ രാജ്യങ്ങളും സ്വിറ്റ്സർലൻഡും റഷ്യയും ഉൾപ്പെടെ ഏത് പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും ഏത് കാര്യത്തിനും നമ്മൾ ഫോൺ വിളിക്കുന്ന മാതിരി ഫോൺ വിളിക്കുന്ന ലെവലിലേക്കുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. NSG മെമ്പർഷിപ്പില് ചൈന എതിർക്കും എന്നറിഞ്ഞപ്പോ നേരെ മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനെ വിളിച്ചിട്ട് അതിന് വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ഭാരതം എന്ന രാഷ്ട്രം മറ്റ് രാഷ്ട്രങ്ങളുടെ അനുഗ്രഹത്തോടുകൂടിയും സപ്പോർട്ടോടുകൂടിയും അവർ തരുന്ന പിച്ചക്കാശോടുകൂടിയും ജീവിക്കുന്ന ഒരു രാഷ്ട്രമല്ല. അഭിമാനത്തോടുകൂടി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന ലെവലിൽ ഇന്ന് ഭാരതം ഉയർന്നിരിക്കുന്നു. അടുത്തത്, ഭാരതീയ സന്യാസിമാരെയും ഭാരതത്തിലെ ക്ഷേത്രങ്ങള് അതിലെ പൂജാരിമാരുമായിട്ട് ബംഗ്ലാദേശില് ഉള്ളവരെ കൊല്ലുക, ഭീഷണിപ്പെടുത്തുക, തീവ്രമായ രീതിയിൽ ഹരാസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 8000 തീവ്രവാദികളാണെന്ന് സംശയിക്കുന്നവരെ ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തു. ഒരുപക്ഷെ ഭാരതത്തിന്റെ വിദേശകാര്യ വിഭാഗത്തിന്റെ ഇൻസ്ട്രക്ഷൻ കൊണ്ട് നമ്മുടെ അയൽ രാജ്യത്തിൽ ഉണ്ടാകുന്ന തിന്മകളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഭാരതത്തിന് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത്, ഭാരതം ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നാഫെഡ് തുടങ്ങിയ സംഘടനകൾ, ഗവൺമെന്റ് സെമി ഗവൺമെന്റ് സംഘടനകൾ ഭാരതത്തിൽ നിന്ന് പലതും എക്സ്പോർട്ട് ചെയ്യാനും ഭാരതത്തിലേക്ക് സവാളയായാലും ഉരുളക്കിഴങ്ങായാലും പൾസസ് ആയാലും അരിയായാലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ ഇടനിലക്കാരുണ്ട്, മിഡിൽമെൻ ഉണ്ട്. ഈ വർഷം മുതൽക്ക് എന്ത് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഗവൺമെന്റ് ടു ഗവൺമെന്റ് നേരിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് മിഡിൽമാൻ അതിൽ നിന്ന് വലിയൊരു പൈസ ചൂഷണം ചെയ്യാതെ ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ എത്തിക്കാൻ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇമ്പോർട്ട് പോളിസി, എക്സ്പോർട്ട് പോളിസി ഗവൺമെന്റ് റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞ മാസം അത് ഇംപ്ലിമെന്റ് ചെയ്തു. അടുത്തത്, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഹാസ് ട്രേഡഡ്. അവരാദ്യമായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, ആദ്യമായിട്ട് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും 100% 113% കപ്പാസിറ്റി ഉപയോഗിക്കുകയും ആ വൈദ്യുതി നല്ല എമൗണ്ടിന് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുകയും അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വിദ്യാഞ്ചൽ എന്ന ഇലക്ട്രിസിറ്റി ജനറേറ്റർ സെന്ററിൽ നിന്ന്, ഉഞ്ചഹാറിൽ നിന്ന്, റിഹാൻഡിൽ നിന്ന്, ദാദ്രിയിൽ നിന്ന്, ഇങ്ങനെയുള്ള പവർ സ്റ്റേഷനുകളിൽ നിന്നാണ് എക്സ്ട്രാ പവർ ഉൽപ്പാദിപ്പിച്ചത്. നേരിട്ട് പബ്ലിക്കിന് സെയിൽസ് നടത്തിയിട്ട്, വലിയ വലിയ കമ്പനികൾക്ക് സെയിൽസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇനി ഭാരതമെമ്പാടുമുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ സെന്ററുകളിൽ നിന്ന് ഓവർ പ്രൊഡക്ഷൻ നടത്തി അത് ജനങ്ങൾക്ക് കൊടുത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ പ്ലാന്റ്, ഓരോ പ്രൊഡക്ഷനും ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ സാധിക്കാനും പാകത്തിന് ഭാരതത്തിൽ ഓവർ എക്സ്ട്രാ പ്രൊഡക്ഷൻ പവർ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമായി തോന്നുന്നു. അടുത്തത്, ബാഹുബലി എന്ന സിനിമ
കുറെ പേര് വിമർശിക്കുകയുണ്ടായി, അതിനകത്ത് കലാപരമായിട്ടുള്ള ഒന്നുമില്ല, അല്ലെങ്കിൽ അതൊരു ഭാരതീയ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് അവാർഡ് കൊടുത്തത് എന്നെല്ലാം. ഏതായാലും നിഷ്പക്ഷമതികളായിട്ട് വിലയിരുത്തിയിട്ട് ബാഹുബലി എന്ന സിനിമയ്ക്ക് സിനിമ എന്ന സംഘടന, സിനിമ എന്ന സംഘടന CINE എന്നുള്ളതിൽ C ക്യാപിറ്റല്, INE സ്മോൾ ലെറ്റർ, MAA സിനിമ എന്ന സംഘടനയുടെ, അത് ഗവൺമെന്റിന്റെ തന്നെ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു, 13 അവാർഡുകളാണ് ഇപ്രാവശ്യം ബാഹുബലിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഭാരത ജനതയും വിലയിരുത്തുന്നവരും അതിനെ എത്ര ഭംഗിയായിട്ട് വിലയിരുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ത്രേതായുഗത്തില് ഗുജറാത്തിന്റെ തീരത്തുള്ള മാഹിഷ്മതി എന്ന രാജ്യം, ത്രേതായുഗത്തിൽ ആ രാജ്യത്തിൽ സംഭവിച്ചതിനെ കുറച്ച് എക്സാജറേറ്റ് ഒക്കെ ചെയ്ത് അതിശയോക്തി കലർത്തിയിട്ട് ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുന്നതാണ് ബാഹുബലി എന്ന സിനിമ. മാഹിഷ്മതി എന്ന രാജ്യം രാമായണത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാൽമീകി രാമായണത്തില്. അപ്പോ അതൊരു പുരാണ കഥയുടെ ടച്ചുള്ള കഥയാണ്. എക്സാജറേഷൻ നല്ലോണം ഉണ്ട്. നമ്മുടെ പഴശ്ശിരാജ എന്ന സിനിമ, അതിൽ എക്സാജറേഷൻ അത്രയില്ല. വടക്കൻ വീരഗാഥ, ഇതിലും എക്സാജറേഷൻ ഇല്ല, വലുതായിട്ടില്ല, കുറേശ്ശൊക്കെ ഉണ്ട്. അപ്പോ അതുപോലെ ഒരു കഥയെ അതിഗംഭീരമായിട്ട് 600-700 കോടി രൂപ മുടക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ബാഹുബലി എന്ന സിനിമ. അതിന് നല്ല രീതിയിലുള്ള അവാർഡ് ലഭിക്കുന്നു. അടുത്തത് റെഡ് അലർട്ട് ഭാരതത്തില് ശരിക്കും സൈബർ സെല്ലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ, വളരെ രസകരമായിട്ട് സംഭവമാണ്. ചൈന ഭാരതത്തിലെ ഡിഫൻസ് ഉൾപ്പെടെ ഭാരതത്തിലെ അക്കൗണ്ടിംഗ് സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റം, ഭാരതത്തിലെ മറ്റു പല സിസ്റ്റങ്ങളിലെയുള്ള സോഫ്റ്റ്വെയറിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ചൈനയിൽ നിന്ന് സൈബർ അറ്റാക്ക് വളരെ കാര്യമായിട്ട് ഭാരതത്തെ തളർത്താനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാ ചൈനയ്ക്ക് സാധിക്കാം? ഇത് ചൈനീസ് ഗവൺമെന്റ് അല്ല ചെയ്യുന്നത്. ചൈനയിലെ കുറേ സംഘടനകള് അവര് ഇത് ഭാരതത്തിനെതിരെ ചെയ്യുമ്പോൾ അതില് ചൈനീസ് ഗവൺമെന്റ് അവരെ അറസ്റ്റ് ചെയ്യുകയോ തടയുകയോ അവര് ചെയ്യുന്നതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. അത് പ്രൈവറ്റ് കമ്പനികളാണ് അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള പൈസയും കിട്ടുന്നുണ്ടാവും. അതേസമയത്ത് ചൈനീസ് ഗവൺമെന്റ് ആണോ ഇത് ചെയ്യുന്നത്? അല്ല. ചൈനീസ് ഗവൺമെന്റ് എതിർക്കുന്നുണ്ടോ? ഇല്ല. ചൈനീസ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ചൈനീസ് ഗവൺമെന്റ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ചൈന ഗവൺമെന്റിന് ഇത് അറിയാമോ? അറിയാം. അപ്പൊ ഭാരതത്തെ തളർത്താൻ ചൈന ഒരു വശത്തു കൂടെ ഇവിടെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ്, സൂപ്പർ ട്രെയിനും സൂപ്പർ സിറ്റികളും സ്മാർട്ട് സിറ്റികളൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും മറുവശത്തു കൂടെ ഭാരതം ഒരിക്കലും വളരാതിരിക്കാൻ തകർക്കാനായിട്ട് സൈബർ അറ്റാക്ക് നടത്താൻ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നു. പാകിസ്ഥാനിലാണെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന സൈബർ അറ്റാക്കാണ് ഭാരതത്തിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ആ സൈബർ അറ്റാക്കിന്റെ ഒരു പരിണത ഫലമാണ് പത്താൻകോട്ട് നടന്ന ആക്രമണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്ക് ഇൻഡയറക്ട്ലി 250 ചൈനീസ് പട്ടാളക്കാര് ഭാരതത്തിന്റെ അതിർത്തി കയറി അകത്തേക്ക് വരികയുണ്ടായി. ഇത് കണ്ട് ഭാരതത്തിലെ പട്ടാളക്കാര് അവരെ തിരിച്ച് ബോർഡറിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് മാർച്ച് ചെയ്ത് പോയപ്പോൾ ചൈനീസ് പട്ടാളക്കാര് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചോക്ലേറ്റ് തന്ന് അവർ തിരിച്ചുപോയി. ശരിക്ക് അതിർത്തി കയറി -20, -30, -40 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള കൂച്ചി വലിക്കുന്ന തണുപ്പത്ത് അത് കാര്യമായി ശീലിച്ച ചൈനീസ് പട്ടാളക്കാര് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനും ലോകത്തിന്റെ മുമ്പിൽ അത് ക്ലെയിം ചെയ്യാനുമായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചൈനീസ് പട്ടാളക്കാർ ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കുറേ ധർമ്മ ന്യൂസ് കഴിഞ്ഞു. ഇനി ഒന്ന്, ഭാരതം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അത് കാലാവസ്ഥയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അടുത്ത കാലത്ത് വായിച്ചു കാണും. ചൈന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഭാഗത്തിലാണ്. ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആയിരിക്കും ചൈന ഉണ്ടാക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ. അമേരിക്കയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി കപ്പാസിറ്റി ഉള്ളതായിരിക്കും ചൈനീസ് സൂപ്പർ കമ്പ്യൂട്ടർ. ഭാരതം ഉണ്ടാക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ അത്രയും വരില്ലെങ്കിലും സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാനുള്ള ലെവലിലേക്ക് ഭാരതം ഉയരുന്നു.
അത് കാലാവസ്ഥാ നിരീക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവിധത്തിലും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് മിക്കവാറും അടുത്ത വർഷം തന്നെ കംപ്ലീറ്റ് ആകത്തക്ക വിധത്തിലായിരിക്കും ഭാരതത്തിന്റെ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുക എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഇത്രയും കാലം ഭാരതത്തിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണം നടത്തിയിരുന്നത്, സാറ്റലൈറ്റ് വിക്ഷേപണം നടത്തിയിരുന്നതെല്ലാം ISRO. ISRO എനിക്ക് തോന്നുന്നു ഇന്ന് 20 സാറ്റലൈറ്റുകൾ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 6 അമേരിക്കൻ സാറ്റലൈറ്റ് ഉൾപ്പെടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ചെറുത് വലുതോ ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ 20ഓ 22ഓ എണ്ണം ഒരുമിച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്നാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഭാരതം ISROയിലൂടെ ഒരു വളരെ ഷൈനിങ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്നു. ഏതാണ്ട് 1-2 വർഷത്തിനുള്ളിൽ 2017-2018 ആവുമ്പോൾ ISRO മാത്രമല്ല സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്, ഭാരതത്തിലെ പ്രൈവറ്റ് കമ്പനികളും റിലയൻസും ടാറ്റയും മഹീന്ദ്ര കമ്പനികളെല്ലാം ഇപ്പോൾ ഡിഫൻസിലേക്കും അതുപോലെ മിസൈൽ ഡെവലപ്മെന്റുകളും അതേപോലെ തന്നെ പീരങ്കികൾ ഉണ്ടാക്കുന്നതിലുമെല്ലാം നല്ല രീതിയിൽ ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കുന്നതിന്റെ പ്രോജക്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവര് സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പനികൾ ആരംഭിക്കുന്നുണ്ടാവും. 1-2 വർഷത്തിനകം ISRO അല്ലാതെ പ്രൈവറ്റ് കമ്പനികൾ റോക്കറ്റ് വിക്ഷേപണം ഭാരതത്തിൽ നടത്തേണ്ടതായിരിക്കും എന്നുള്ളത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഭാരതത്തിന്റെ വികസനത്തിന് ചൂണ്ടുപലകയായിട്ട് നിൽക്കുന്നു. പ്രണാമം, നമസ്കാരം.